വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരിശപ്പം അഥവാ ഹോട്ട് ക്രോസ് ബൺ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു കുരിശപ്പം ഉണ്ടാക്കുന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പം ഹെയർ ഇസ് എ റെസിപ്പി. Let's go to the bake shop. ആദ്യമേ തന്നെ നമുക്ക് ഈസ്റ്റും ഷുഗറും ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇട്ടിരിക്കുന്ന ഷുഗർ ഈസ്റ്റിൻ്റെ ഫുഡാണ്. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം ചെല്ലുമ്പോഴത്തേന് നമ്മളുണ്ടാക്കിയ ആ മിക്സർ പൊങ്ങി വരാൻ വേണ്ടി വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ പ്രൂവായ ഈസ്റ്റിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി മൈദ ഇട്ട് മിക്സ് ചെയ്യാം. ആ കൂടെ തന്നെ നമ്മുടെ കാടമം സീഡ്സ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി എടുക്കാം. അപ്പം ഡോ കുഴച്ചെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസിയാണ്. നന്നായിട്ട് നീഡ് ചെയ്ത് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി. ഡോ റെഡി ആയി കഴിയുമ്പോൾ ഏകദേശം നല്ല സ്പോഞ്ച് പോലെ ആവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഡോ കേട്ടോ. അതിനുശേഷം അത് നീഡ് ചെയ്ത് നല്ലൊരു റൗണ്ട് ബോൾ പോലെ ആക്കി ആ ഗ്ലാസ് ബോളിലോട്ട് വെച്ച് നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് പ്രൂവ് ആവാൻ വേണ്ടി ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡോ ഫുള്ളായിട്ട് പ്രൂവായി മോളിൽ പൊങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതെടുത്ത് അതിൽ നിന്ന് മാറ്റി ഷേപ്പ് ചെയ്ത് നമ്മുടെ കേക്ക് മോളിലോട്ട് മാറ്റാം കേട്ടോ. ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ഈസ്റ്റ്, ഞാൻ എടുക്കുന്നത് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈ ഈസ്റ്റും ഉണ്ട് ഫ്രഷ് ഈസ്റ്റും ഉണ്ട്. പക്ഷേ ഫ്രഷ് ഈസ്റ്റ് കൂടുതലും ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഡ്രൈ ഈസ്റ്റ് സാധാരണ നമ്മുടെ തരിതരിയായിട്ടുള്ള ഈസ്റ്റാണ്. അപ്പം അത് ചിലത് പെട്ടെന്ന് റൈസായി വരും, ചിലത് പയ്യെ സ്ലോ ആയിട്ടുള്ള ഫെർമെൻ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ഡ്രാപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റോടെ ഏകദേശം പ്രൂവ് ചെയ്യാൻ വെക്കാം.
അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു സംശയം വരുമായിരിക്കും, ഷെഫ് എനിക്ക് ഡയറക്റ്റ് മോഡിലോട്ട് വെച്ച് പ്രൂവ് ചെയ്താൽ പോരായിരുന്നു, എന്തിനാണ് പ്രൂവ് ചെയ്ത് വന്ന് അടിച്ച് താത്ത് കളഞ്ഞെന്ന്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ഒരു പ്രാവശ്യം പ്രൂവ് ആയി കഴിയുമ്പോഴത്തേനും അത് നമ്മൾ താത്ത് കഴിഞ്ഞിട്ട് വീണ്ടും റീപ്രൂവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്രെഡ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബ്രെഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൂവ് ആയി. നമുക്കിനി അതിൻ്റെ മുകളിൽ വരയ്ക്കാനുള്ള ക്രോസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനാദ്യമേ നമ്മൾ കുറച്ച് ഫ്ലവറിലോട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതായത് അതിന് ജസ്റ്റ് ഒരു പൈപ്പിംഗ് കൺസിസ്റ്റൻസി മാത്രം മതി കേട്ടോ. ഒരു കാരണവശാൽ ലൂസ് ഒത്തിരി ആവണ്ട, അതുപോലെ തന്നെ ഹാർഡും ആവണ്ട, ജസ്റ്റ് പൈപ്പിംഗ് കൺസിസ്റ്റൻസി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഫുള്ളായിട്ട് പ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എഗ്ഗ് വാഷോ അല്ലെങ്കിൽ മിൽക്ക് വാഷോ ചെയ്യാം. ഇപ്പം വെജിറ്റേറിയൻ ആണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മിൽക്ക് വാഷാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സംശയം വരും, ഷെഫ് എന്തുകൊണ്ടാണ് എഗ്ഗ് വാഷ് ചെയ്യാത്തതെന്ന്. എഗ്ഗ് വാഷ് ചെയ്യാത്തത് നമ്മുടെ വെജിറ്റേറിയൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ബണ്ണ്, അതുകൊണ്ടാണ് എഗ്ഗ് വാഷ് ചെയ്യാത്തത്. അതിന് പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് മിൽക്ക് വെച്ച്. അപ്പം സാധാരണ എഗ്ഗ് വാഷ് ചെയ്യുന്നത് നല്ലൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ. ഇത് മിൽക്ക് ചെയ്യുമ്പോൾ കുറച്ച് കളറ് കുറവായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ക്രോസ് വരച്ച് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 200 ഡിഗ്രിയിൽ നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഹോട്ട് ക്രോസ് ബൺ ബേക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ഇച്ചിരി സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ബട്ടർ ഇല്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഏത് ഫാറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഹെൽത്തിയർ വേർഷൻ ആണെങ്കിൽ ബട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് എളുപ്പത്തിലൊരു ഹോട്ട് ക്രോസ് ബൺ അഥവാ നമ്മുടെ കുരിശപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പം റിലീജിയസ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മഞ്ഞളിടുന്ന ആൾക്കാരുണ്ട്, ഏലക്ക ഇടുന്ന ആൾക്കാരുണ്ട്, കുരിശോല ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്കത് ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുരിശപ്പത്തിൻ്റെ റെസിപ്പി ആണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ആർക്കെങ്കിലും ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം വെബ്സൈറ്റിൽ ഫോറം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ കേക്കുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. കേക്ക് എന്ന് വെച്ചാൽ കേക്കുകളുടെ ഫോട്ടോ കേട്ടോ. അപ്പം അതിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഒരു പിക്ചർ ഞങ്ങൾ യൂട്യൂബ് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം see you next time.